പുതിയ സർക്കാർ സതീശൻ്റെ ടീം UDF അല്ലെങ്കിൽ UDF ടീം സമഗ്ര മേഖലകളിലും പൊളിച്ചെഴുത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സതീശൻ തന്നെയാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പൊളിച്ചെഴുത്ത് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. KM ചന്ദ്രശേഖരൻ പഴയ ചീഫ് സെക്രട്ടറിയും ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ചന്ദ്രശേഖരൻ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനൊക്കെ ആയിരുന്ന ചന്ദ്രശേഖരൻ IAS അവർ ചെയർമാനായി T. നാരായണയും അതുപോലെ തന്നെ സെൻറ്റർ ഫോർ വെസ്റ്റേൺ സ്റ്റഡീസിലെ ആളുകളും KR ജ്യോതിലാൽ IAS കൺവീനറുമായിട്ടൊരു ധവളപത്രം തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഒരു 10 ദിവസത്തിനകത്ത് ധവളപത്രം പുറത്തു വരും. അപ്പോൾ ഖജനാവിൽ പൂച്ചപറ്റ് കിടക്കുകയാണെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സതീശൻ അവരുടെ ഒരു പ്രഖ്യാപനം, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെ പറയും, ആളുകൾക്ക് പൈസ കൊടുക്കാതിരിക്കുമ്പോൾ ഖജനാവ് കാലിയാന്ന് പറയും. പക്ഷേ എങ്കിലും ഖജനാവിൽ 5000 കോടി രൂപ ഉണ്ട് എന്നുള്ള വാദവുമുണ്ട്. തർക്കങ്ങൾ ഒരുപാട് നടക്കുന്നു. എന്തായാലും ധവളപത്രം പുറത്തു വരും. അപ്പോൾ ധവളപത്രം പുറത്തു വരുന്നതിന് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കിഫ്ബിയുടെ ഭാവി. കിഫ്ബി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ ഒരു സംവിധാനമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയ കിഫ്ബി കൃത്യമായി എന്ത് സംഭവിച്ചു? കിഫ്ബിക്ക് വലിയ തോതിലാണ് വിവാദങ്ങളുണ്ടായത്. കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ വലുതാക്കുന്നതിൽ കിഫ്ബിക്ക് വലിയ പങ്കുണ്ട്. അടിസ്ഥാന സ്കൂളുകളുടെ, കോളേജുകളുടെ, മറ്റ് ആശുപത്രികളുടെ വലിയ പങ്ക് കിഫ്ബിക്കുണ്ട്. അത് നിഷേധിക്കാനാകില്ല. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ കിഫ്ബിക്ക് പങ്കുണ്ട്. പക്ഷേ ഈ കിഫ്ബിയുടെ ഈ പങ്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായി അതിനകത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും ഒരുപാട് പ്രശ്നങ്ങളും അതോടൊപ്പം ഉണ്ടായിരുന്നു. KM എബ്രഹാം എന്ന് പറയുന്ന കരാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം കരാർ അടിസ്ഥാനത്തിലാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് ഡെപ്യൂട്ടേഷനിൽ ആളുകൾ വയ്ക്കാതെ കൂടുതലും കരാർ ഉദ്യോഗസ്ഥർ, റിട്ടയർ ആയിട്ടുള്ള IASകാരെയും അതുപോലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ അവിടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അവർക്കൊരു ബോണ്ടേജ്, ഒരു ബൈൻഡിങ് ഒന്നും ചിലപ്പോഴും കൂടുതൽ ആളുകൾക്കും ഇല്ലാത്ത സാഹചര്യമൊക്കെ വന്നു. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചും വരാം. ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ മാത്രമേ ഇപ്പോൾ കരാർ ഉദ്യോഗസ്ഥരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതും വരാം. പക്ഷേ ഇത് അങ്ങനെ ആക്ഷേപം വന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട കിഫ്ബി പോലുള്ള സ്ഥലത്ത് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ കരാർ ഉദ്യോഗസ്ഥർ വന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് ആക്ഷേപമൊക്കെ വന്നു. അത് ഞാൻ പറഞ്ഞത് അത് ഒരാക്ഷേപം എന്നുള്ള നിലയിൽ വന്നതാണ്. അപ്പോൾ എന്തായാലും വളരെ വലിയ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ കിഫ്ബിയെയും പരിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. കിഫ്ബി പരിഷ്കരിക്കപ്പെടും. അപ്പോൾ അതിനെ സംബന്ധിച്ചും യോഗം വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ വലിയ തോതിലാണ് മാറ്റം വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. സമഗ്രമായ പൊളിച്ചെഴുത്ത് ധനകാര്യ വിഭാഗത്തിലും വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. കിഫ്ബിക്കും മാറ്റമുണ്ടാകുന്നു. അപ്പോൾ കേരളത്തിൽ ധവളപത്രം വരുന്നു, കിഫ്ബിക്ക് മാറ്റമുണ്ടാകുന്നു. പിന്നെ സതീശൻ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ, അതായത് പൂവിൽ നിന്ന് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത് പോലെ ആളുകളിൽ നിന്ന് നികുതി പിരിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേദനയുണ്ടാക്കരുത്, എന്നാൽ നികുതി പിരിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷന് പകരം ടാബ്ലറ്റ് കൊടുക്കണം എന്നാണ്. ടാബ്ലറ്റ് കൊടുത്താലും അസുഖം മാറും, ഇഞ്ചക്ഷൻ എടുത്താലും മാറും. ഇഞ്ചക്ഷൻ എടുത്താൽ പക്ഷേ വേദന കൂടെ ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിൽ കരച്ചിലൊക്കെ വരും, മുതിർന്നവർക്കൊക്കെ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. ടാബ്ലറ്റ് ആണെങ്കിൽ അവർ ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ടാബ്ലറ്റ് രൂപത്തിലുള്ള ടാക്സ് കളക്ഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു. അതുകൊണ്ട് ആളുകൾക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിലുള്ള ടാക്സ് കളക്ഷനെ കുറിച്ച് ഗൗരവമായി സതീശൻ ധനകാര്യമന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കിഫ്ബി പൊളിച്ചെഴുതുമെന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. പിന്നെ ഡോക്ടർ അശോകും N. പ്രശാന്തും ഒക്കെ ഇനി അകത്ത് കയറാൻ നിൽക്കുകയാണ് IASകാർ. ഇനി അവരെങ്ങാനും കിഫ്ബിയിൽ വരുമോ, അതോ കിഫ്ബിയെ സമഗ്രമായി മാറ്റുമോ, പൊളിച്ചെഴുതുമോ? KM എബ്രഹാം എന്തായാലും കിഫ്ബിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ചില അന്വേഷണങ്ങളായിരിക്കും വരുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് കേരളത്തിലെ ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള വിസ്മയം, സതീശൻ്റെ മാജിക് എന്താണ്? ആസ് എ ധനകാര്യമന്ത്രി അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധൻ കൂടിയാണ്. പലപ്പോഴും നല്ല ടീം ലീഡറാണ്, നല്ല കോർഡിനേറ്ററാണ്, ടീം മാനേജറാണ് അദ്ദേഹം. ഇലക്ഷനിൽ അദ്ദേഹം തെളിയിച്ചതാണ്. ആ ടീം മാനേജ്മെൻറ്റിൻ്റെ മാനേജർ സ്ഥാനം കേരളത്തിലെ ധനകാര്യ വകുപ്പിൽ പ്രയോഗിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് ധവളപത്രവും ഈ പറഞ്ഞ പോലെ പിന്നെ കിഫ്ബിയെ പൊളിച്ചെഴുത്തും എല്ലാം കൂടി വരുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.